ഇദാ ളഹറൽ ബിദ്ഉ വസകതൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദ്അത്ത് ഇവിടെ വെളിവായി പണ്ഡിതന്മാർ അതിനെതിരിൽ മിണ്ടാതിരുന്നാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്. ആ ബിദ്അത്ത് ഒന്ന് വരും, രണ്ടാമത് വേറൊന്ന് വരും, മൂന്നാമത് വേറൊന്ന് വരും, എന്തെല്ലാം വന്നിവിടെ അവസാനം യഥാർത്ഥ ഖുർആനിന്റെ ആശയം ഇവിടെ ഇല്ലാതെയാകും. തൗറാത്ത് ഇൻജീലിന് ഭവിച്ച ആ അപകടകരമായ അവസ്ഥ ഇവിടെ സംഭവിക്കും. അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു ബിദ്അത്ത് ഇവിടെ ഉടലെടുത്താൽ ഉടനെ അതിനെ ചെറുത്തു തോൽപ്പിക്കൽ, അതിന്റെ ഭവിഷ്യത്ത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. ബിദ്അത്തിന് കുടപിടിക്കാൻ പാടില്ല, ആരായാലും കുടപിടിക്കാൻ പാടില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നില്ലേ, ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ആവാ മുബ്തദിഅൻ, ഒരു മുബ്തദിഅന് അഭയം നൽകുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസല്ലേ. ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? കുറച്ചൊക്കെ അതുണ്ടായിക്കോട്ടെ എന്ന് പറയുന്നവർ, ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് സമസ്തയുടെ ഉറച്ച നിലപാടാണ്. അതിന് എന്ത് വ്യാഖ്യാനം നൽകിയിട്ടും കാര്യമില്ല. രാഷ്ട്രീയം ഇവിടെ നമ്മുടെ വിഷയമേ അല്ല. ഉറപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, അത് ഞങ്ങളുടെ വിഷയമേ അല്ല. പക്ഷെ ആദർശം വിഷയമാണ്, അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല. അത് തുറന്ന് പറയും. വഹാബിയെ തുറന്ന് കാണിക്കും, മൗദൂദിയെ തുറന്ന് കാണിക്കും, തബ്ലീഗുകാരൻ ചെയ്തത് തുറന്ന് കാണിക്കും, എല്ലാം തുറന്ന് കാണിക്കും. അതും ഉലമാഇന്റെ ബാധ്യതയാണ്. അതല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് കൃത്യമായി പരിശുദ്ധ ഖുർആൻ മഹാന്മാരായ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, അതിനുശേഷം താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, അതുപോലെയല്ലാതെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ 5 വക്തിൽ നമ്മൾ ദുആ ചെയ്യുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലൂടെ ചലിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണമേ, റുജൂബാന്താവിലൂടെ ചലിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണമേ. ഏതാണ് മുസ്തഖീമായ മാർഗം? ഇത് അള്ളാഹ്ക്ക് അറിയാത്ത പ്രശ്നമല്ലല്ലോ. അള്ളാഹുവല്ലേ ഈ ചോദിക്കുന്നത്. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്. പിന്നെന്തിനാ ഒരു വിശദീകരണം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം നമുക്ക് മനസ്സിലാക്കി തരാ. നിനക്ക് റുജുവായ മാർഗത്തിലൂടെ ജീവിക്കണമെങ്കിൽ ഏതാണ് റുജുവായ പാത, ഏതാണ് മുസ്തഖീമായ തരീഖ് എന്ന് ചോദിച്ചാൽ അള്ളാഹു അവിടെ തന്നെ കാണിച്ചു തരുന്നു. അതിന്റെ മറുപടി ഖുർആൻ എന്നല്ല, അതിന്റെ മറുപടി ഹദീസ് എന്നല്ല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഈ ഖുർആനിനെയും ഹദീസിനെയും യഥാവിധി ഉൾക്കൊണ്ട മുൻഅമ അലൈഹിയായ നീ അനുഗ്രഹിച്ച മഹത്തുക്കളുണ്ട് ഇവിടെ. അത് അംഗീകരിക്കണം ആദ്യം. ഞാനും അവനും സമാണെന്ന് പറയാൻ പറ്റൂല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ നിഅമത്ത് ചെയ്ത, നീ അനുഗ്രഹിച്ച ആ വിലായത്തും കറാമത്തും നൽകിയിട്ടുള്ള മഹത്തുക്കളായ ആളുകൾ ഇവിടെയുണ്ട്. അവര് നടന്ന അവരുടെ കാൽപ്പാട് പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ എന്ന് 5 വഖത്ത് നിർബന്ധമായും ദുആ ചെയ്യണം. നിർബന്ധമായി ദുആ ചെയ്യണം. അതവിടെ ദ്വാരക്കുക. എന്നിട്ട് ഷാഫി ഞങ്ങൾക്ക് പ്രശ്നമില്ല, മാലിക് ഇമാം ഞങ്ങൾക്ക് വേണ്ട, ഗൗസുൽ ആദം തങ്ങൾ വേണ്ട, ഇതൊന്നും വേണ്ട, ഞങ്ങൾ യൂട്യൂബിൽ നോക്കിക്കോളാം, ഞങ്ങൾ ഖുർആൻ പരിഭാഷ വായിച്ചോളാം, ഹദീസിന് ഇവിടെ എത്ര പരിഭാഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ പറ്റൂല. അത് സിറാത്തുൽ മുസ്തഖീം അല്ല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് മുൻഅമ അലൈഹി അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ മുൻഅമ അലൈഹി? അള്ളാഹ് അനുഗ്രഹിച്ച വിഭാഗം എന്ന് പറയുന്നത് ഇമാം മാലിക്കും ഇമാം അബൂ ഹനീഫയും ഇമാം ഷാഫിഈ തങ്ങളും അല്ലെങ്കിൽ ആരാണ് ഇവിടെ മുൻഅമ അലൈഹി? മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു, മാ ബിത്തു ലൈലതൻ ഇല്ലാ വഖദ് റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിഹാ, ഒരൊറ്റ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല അള്ളാഹിന്റെ റസൂലിനെ സ്വപ്നം കണ്ടിട്ടല്ലാതെ എന്ന് പറഞ്ഞ മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ടവർ അവരുടെ അവസാന കാലഘട്ടത്തിൽ അവർ പള്ളി പോകാറുണ്ടായിരുന്നില്ല. മദീനത്തെ പള്ളിയിൽ പോവില്ല, ദർസ് നിർത്തി, അവിടെ പോകാറില്ല. ജമാഅത്തിന് പോകാറില്ല. പിന്നെ ജുമാക്ക് പോവലും നിർത്തി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേ ഇറങ്ങാറില്ല. ആരെങ്കിലും മരിച്ചു എന്ന് കണ്ട അവിടെ പോവില്ല. അതൊക്കെ സുന്നത്തല്ലേ, അതൊക്കെ ഒരു ചെയ്യാറുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെയായി. ആളുകൾക്ക് ഇങ്ങനെ സംശയം,
ഇത്ര വലിയ മഹാനായിട്ട് എന്തെങ്ങനെ പോവാത്തത്? മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. മദീനത്തെ പള്ളിയിലേക്ക് കൃത്യമായി പോവുകയും മദീനയുടെ പരിസരത്തെത്തിയാൽ ചെരുപ്പ് ധരിക്കാതെ നടക്കുകയും ചെയ്തിരുന്ന മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. എത്ര കൊടും ചൂടാണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ കിടക്കുന്ന മണ്ണിൽ ഞാൻ ചെരുപ്പ് ധരിക്കില്ല എന്ന് പറഞ്ഞ മഹാനാണ്. അള്ളാഹുവിന്റെ റസൂൽ കിടക്കുന്ന മണ്ണിൽ ഞാൻ മൂത്രമൊഴിക്കില്ല എന്ന് പറഞ്ഞ മഹാനാണ്. ആ പരിസരത്ത് അവർ വിസർജനം നടത്തിയിട്ടില്ല. ആ നിലക്കുള്ള ഇമാം മാലിക് പിന്നീട് പള്ളിയിൽ പോകുന്നില്ല. ആളുകൾക്ക് സംശയമായി. അവസാനം വഫാത്താകുന്ന രോഗം വന്നു. വഫാത്താകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് അവരുടെ ശിഷ്യന്മാര് ഒരുമിച്ച് കൂടിയ സമയത്ത് അവരോട് പറഞ്ഞു, അമ്മൽ ആൻ, ഇപ്പൊ പറയേണ്ട സമയമായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഇമാം മാലിക് മദീനയിൽ ജീവിച്ചിട്ട് ജുമാത്തിനൊന്നും പോയിരുന്നില്ലല്ലോ മദീനയിലേക്ക് എന്ന് പറയാൻ ആള് വരും. അതുകൊണ്ട് ഇപ്പോൾ കാരണം പറയാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് മൂത്രവാർച്ച എന്ന് പറയുന്ന അസുഖമുണ്ട്. കുറച്ചു കാലമായിട്ട് മൂത്രവാർച്ചക്കാരന് ഒരു പൂർണ്ണമായ ഒതുവെടുക്കാൻ സാധ്യമല്ല. അവന് റുഖ്സുണ്ട്, അതൊരു പൂർണ്ണ ശുദ്ധിയല്ല, അവന് അനുവദിക്കപ്പെട്ട ഒരു റുഖ്സയാണത്. അള്ളാഹിന്റെ റസൂലിന്റെ തിരുസന്നിധിയിലേക്ക് ഒരു പൂർണ്ണമായ ശുദ്ധിയോടുകൂടെ അല്ലാതെ തിരുസന്നിധിയിൽ പോവാൻ ഞാൻ ലജ്ജിച്ചു. അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പൂർണ്ണ ശുദ്ധിയോടുകൂടെ അല്ലാതെ ചെന്ന് നിൽക്കാൻ ഞാൻ ലജ്ജിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാതിരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തേ ഇതുവരെ പറയാതിരുന്നു? മുമ്പ് തന്നെ നിങ്ങളോട് പറയാമായിരുന്നില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിന്റെ കാരണം ഇത് ഖാലിഖായ റബ്ബ് തന്ന രോഗല്ലേ, അതിനെ സംബന്ധിച്ച് മഖ്ലൂക്കിനോട് ആവലാതി പറയുന്നതിന് തൊട്ട് ഞാൻ ലജ്ജിച്ചു. ഇതിന്റെ പേരാണ് അദബ്. അള്ളാഹുവിനോട് കാണിക്കേണ്ട അദബ്, റസൂലിനോട് കാണിക്കേണ്ട അദബ്, കിതാബിനോട് കാണിക്കേണ്ട അദബ്. ഇങ്ങനെ ജീവിച്ച ഇമാം മാലിക് അവര് മുൻഅമ അലൈഹി അല്ലെങ്കിൽ ആരാണ് പിന്നെ ഇവിടെ മുൻഅമ അലൈഹി? അവരിൽ നിന്ന് ഇൽമ പഠിച്ച മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു وعن أتباعهم وعن الأئمة المجتهدين ونفعنا بعلومهم أجمعين. ഇമാം ഷാഫിഈ തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ 7 വയസ്സിൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ളാക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ സാമർത്ഥ്യം, കുട്ടിയായിരുന്ന കാലത്ത് തന്നെ നല്ല സമർത്ഥനാണ്. ഹുദൈൽ ഗോത്രത്തിലൊക്കെ പോയി കവിത ഒക്കെ പഠിച്ച് നല്ല ഇങ്ങനെ തൻ്റെ പ്രാഗൽഭ്യം ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, മോനെ നല്ല ബുദ്ധി തൻ്റെ ഇടമുണ്ട്, ഇത് ദീനിന് ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? അതാ മദീനയിൽ ഇമാം മാലിക് ഉണ്ട്, അവിടെ പോയി ഇൽമ പഠിക്കുക എന്ന് പറഞ്ഞു. അവിടെ പോയി അപ്പോ മാലിക് ഇമാമിനെ പറ്റി അന്വേഷിച്ചു. അപ്പോഴാണ് മുവത്ത എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇമാം മാലിക്കിന് ഒരു കിതാബുണ്ടെന്ന് അറിയുന്നത്. അത് കൊണ്ടുവന്നു, അത് സംഘടിപ്പിച്ചു. 6 ദിവസം കൊണ്ട് മുവത്ത ഹിഫ്ളാക്കി ഇമാം ഷാഫിഈ തങ്ങൾ. എന്നിട്ടാണ് മാലിക് ഇമാമിന്റെ അടുത്തേക്ക് പോകുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നി ഹസൽതു അലാ അഹാദീസിൽ അഹ്കാമി മിൻ ഇൻദി മാലിക് ഇല്ലാ 16 ഹദീസൻ ഫഹഫിൽതുഹാ മിൻ സുഫിയാൻ. അഹ്കാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും ഇമാം മാലിക്കിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. 16 ഹദീസ് ഒഴികെ, ചില റിവായത്തിൽ 18 എന്നുണ്ട്. അപ്പോൾ ഒരു 20-ൽ താഴെ ഹദീസ് ഒഴികെ അത് സുഫിയാൻ ഇബ്നു ഉയൈനയിൽ നിന്നാണ് പഠിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അത് പഠിച്ചു. 15 വയസ്സ്, ചരിത്ര അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏകദേശം കാര്യങ്ങളൊക്കെ പൂർണ്ണമായപ്പോ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഫത്വ കൊടുക്കാൻ സമ്മതം കൊടുത്തു. പക്ഷെ ഇമാം ഷാഫിഈ തങ്ങൾ പിന്നെയും പോയി. അതാ കൂഫയിൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അവരുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനി ഉണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അലി ഇബ്നു അബി താലിബ്, അബൂ മൂസൽ അശ്അരി പോലെയുള്ള സഹാബികളൊക്കെ ഇറാഖിലായിരുന്നു ജീവിച്ചത്. അവരിൽ നിന്ന് കിട്ടിയ ഇൽമ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫയിലൂടെ മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനിയിലാണുള്ളത്. ഇബ്നു അബ്ബാസ്
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പോലെയുള്ളവരുടെ ഇൽമാണ് മാലിക്കിൽ നിന്ന് കിട്ടിയത്. അവിടെ പോയി മുഹമ്മദ് ഇബ്നു ഹസൻ അശ്ശൈബാനിയിൽ നിന്ന് ആ ഇൽമു മുഴുവനും പഠിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹഫിൽതു മിൻ കുതുബി മുഹമ്മദ് ഇബ്നു ഹസൻ അശ്ശൈബാനി വിഖ്റ ബഈർ. മുഹമ്മദ് ഇബ്നു ഹസൻ അശ്ശൈബാനിയുടെ ഒരു ഒട്ടകത്തിന് ചുമക്കാൻ മാത്രമുള്ള കിതാബ് ഞാൻ മനഃപ്പാഠമാക്കി. ആ കിതാബ് മുഴുവനും നഷ്ടപ്പെട്ടാൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞു തരാം, നഷ്ടപ്പെടില്ല. ആ നിലക്ക് അല്ലാഹു അത്ഭുതമായി ഈ ദീനിനെ സംരക്ഷിക്കാൻ ഇറക്കിയ മഹാനാണ് ഇമാം ഷാഫിഈ തങ്ങൾ. ആ ഇമാം ഷാഫിഈ തങ്ങൾ യമനിൽ പോയി അവിടെ നിന്നും പഠിച്ചു. അങ്ങനെ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെ അരികിലും പോയി മുഴുവനും പഠിച്ചു. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമുണ്ടെന്ന് അവരുടെ അബൂ സുർഅത്ത് അടക്കം സമ്മതിച്ച വലിയ മഹാപണ്ഡിതനാ. മൂപ്പര് പറയാറെന്താണെന്നറിയോ? ഇമാം ഷാഫിഈ തങ്ങൾ ഈ ലോകത്തിന് സൂര്യൻ എങ്ങനെയാണോ അതുപോലെയായിരുന്നു, ശരീരത്തിന്റെ ആരോഗ്യം എങ്ങനെയാണോ അതുപോലെയായിരുന്നു. ആരോഗ്യമില്ലാത്ത ശരീരം കൊണ്ട് വല്ല കാര്യമുണ്ടോ? സൂര്യൻ ഉദിക്കാത്ത ദുനിയാവ് കൊണ്ട് വല്ല കാര്യം ഉണ്ടാവോ? അതുപോലെയായിരുന്നു ഇമാം ഷാഫിഈ തങ്ങൾ. ആ ഇമാം ഷാഫിഈ തങ്ങൾ അങ്ങനെയുള്ളൊരു പരമ്പര, അവരാണ് ഇവിടെ ദീൻ നിലനിർത്തിയത്. അവരെന്താ ചെയ്തത്? ഇപ്പൊ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ തോന്നാറുണ്ട് അവരൊരു ഖുർആനും ഹദീസിനും ഒരു പാര പണിതാണ്. ഇവിടെ ചിലർ നമ്മൾ ഖുർആനും ഹദീസിന്റെ ആൾക്കാർ, നമ്മളൊക്കെ ഷാഫി ഇമാമിന്റെ ആൾക്കാർ. അപ്പൊ ഖുർആനിനും ഹദീസിനും പാര പണിയായിരുന്നോ ഇവരുടെ പണി? ശരിക്കും മനസ്സിലാക്കണം. 1-2 ഉദാഹരണങ്ങളിലൂടെ ഞാനിത് മനസ്സിലാക്കി തരാം. പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഹദീസുകൾ ഇത് പല വിധത്തിലുണ്ട്. ചില ആയത്തുകൾ വളരെ കൃത്യമായിരിക്കും, വളരെ വ്യക്തമായിരിക്കും, അതിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യം ഉണ്ടാവൂല, ഒരൊറ്റ അർത്ഥത്തിനേ അത് സാധ്യതയുണ്ടാവുള്ളൂ. അപ്പൊ നമുക്കത് ഉൾക്കൊള്ളാം, അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവൂല. എന്നാൽ വേറെ ചില വിഷയങ്ങൾ അവിടെ വ്യത്യസ്ത രൂപത്തിൽ ഹദീസ് വന്നിട്ടുണ്ടാവും. 5 സ്വലവാത്തിൻ 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്, അത് പിന്നെ തർക്കല്ല. 5 റസൂലുള്ള പറഞ്ഞതാ. സ്വലവാത്ത് നിസ്കാരാണ്, കൃത്യാണ്. എന്നാൽ വേറെ ഒരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നായ തൊട്ടാൽ 7 വട്ടം കഴുകണമെന്ന് പറഞ്ഞു. ഒന്നാമത്തത് മണ്ണുകൊണ്ടാവട്ടെ എന്നൊരു ഹദീസ്, ഏതെങ്കിലും ഒന്ന് മണ്ണുകൊണ്ടാവട്ടെ എന്ന് മറ്റൊരു ഹദീസ്, എല്ലാം സഹീഹാണ്. വേറൊരു ഹദീസ് അഫിറു സാമിനത ബിത്തുറാബ്, 8ാമത്തത് മണ്ണുകൊണ്ടാവട്ടെ എന്ന് മറ്റൊരു ഹദീസ്. വേറൊരു ഹദീസ് അബൂ ഹുറൈറയുടെ ഫത്വ, നായ തൊട്ടാൽ 3 വട്ടം കഴുകുക എന്ന്. വേറെ ഒരു ഹദീസ്, ബുഖാരിയുടെ ഹദീസ്, നായ പള്ളിയിൽ വരാറുണ്ടായിരുന്നു, മൂത്രമൊഴിക്കാറുണ്ടായിരുന്നു, ഞങ്ങളൊരു തുള്ളി വെള്ളം പോലും കുടയാറില്ല. ഇപ്പൊ നമ്മളെന്താ ചെയ്യുക? ഇപ്പൊ നിങ്ങളൊക്കെ ഇജ്തിഹാദ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഒരാൾ പറയാം, ഞാൻ ഇക്കിപ്പോൾ ഏതായാലും നായനായിട്ട് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നായ തൊട്ടാൽ കഴുകണ്ട, പള്ളിയിൽ വരാറുണ്ട്, മൂത്രമൊഴിക്കാറുണ്ട്, ഞങ്ങളൊരു തുള്ളി വെള്ളം പോലും കുടയാറില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ അതിൻ്റെ കൂടെ, ചേകനൂരൊക്കെ അങ്ങനെയായിരുന്നല്ലോ, നിങ്ങളെ അടുത്ത നാട്ടുകാരനാണല്ലോ. മൂസൈലിയർ പറഞ്ഞു, ഇയാളെ കുഴിച്ചപ്പോൾ ചുവന്ന കുന്നിലിങ്ങനെ കുഴിച്ചു, ഇയാളവിടെ ഉണ്ടോ നോക്കാൻ. അപ്പോൾ ഒരു എല്ല് കഷ്ണം കിട്ടി. പിന്നെ അത് പരിശോധിച്ച് നോക്കുമ്പോൾ നായയുടെ അല്ല. അപ്പോൾ മൂസൈലിയർ പറഞ്ഞു, നല്ലോ മാന്തിക്കോളി, മൂപ്പര സുഹൃത്തിൻ്റെ എല്ല് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇനി മൂപ്പരതും അടുത്തന്നെ ഉണ്ടാവുന്നതാണ്. കാരണം നായരോട് മൂപ്പർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. നായനെ രസല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം മൂപ്പര് ഒരൊറ്റ വയലു പറയും, നായത്തിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. വേറെ ആൾ പറയാ, ഞാൻ 3 വട്ടം എന്നുള്ള അഭിപ്രായത്തിലാണ്. നമുക്ക് ഇങ്ങനെ എന്താ അതിനുള്ള അധികാരം? ഇവിടെയാണ് മുജ്തഹിദിന്റെ പണി. ഇവിടെ ഈ ഹദീസുകൾ തമ്മിൽ യോജിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഏതാണ് ആദ്യത്തേത്, ഏതാണ് അവസാനത്തത്? കള്ളൊരു കാലത്ത് അനുവദനീയമായിരുന്നു, പിന്നെ കള്ള് ഹറാമാക്കി. അപ്പൊ ഘട്ടം ഘട്ടമായിട്ടാണ് നിയമങ്ങൾ വന്നത്. ഈ നായ പള്ളിയിൽ വന്നിരുന്നു എന്നത് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത് പഴയ സഹാബിയാണ്. അപ്പൊ അത് ആദ്യത്തെ ഹുക്കുമാണ്. നായ നജസാണെന്ന നിയമം വരുന്നതിന്റെ മുമ്പാണ്. അതുകൊണ്ട് അത് മൻസൂഖായി, ദുർബലപ്പെട്ടു പോയി, അത് അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വിധി പറയാൻ പറ്റില്ല. എന്നാൽ നായ നജസാണെന്ന നിയമം വന്നു, പക്ഷെ മുഗല്ലദായ നജസാണെന്ന നിയമം വന്നിട്ടില്ല.
സാധാരണ നായെ പോലെ, സാധാരണ നജസ് പോലെ മൂത്രമൊക്കെ ആയാൽ നമ്മൾ നജസ് വൃത്തിയാവോളം കഴുകും. 3 വട്ടാക്കൽ സുന്നത്താണ്. അതാണ് 3 വട്ടം എന്ന ഹദീസിൽ വന്നത്. ശരി, ഓക്കെ. ഇനിയുള്ള 3 ഹദീസ് ഉണ്ടല്ലോ. നായ തൊട്ടാൽ, നായ തലയിട്ടാൽ, നാവിട്ടാൽ 7 വട്ടം കഴുകുക. 1-ാമത്തത് മണ്ണ് കൊണ്ടാവട്ടെ, ഏതെങ്കിലും 1 മണ്ണ് കൊണ്ടാവട്ടെ. ഇത് രണ്ടും തമ്മിൽ ചെറിയ വൈരുദ്ധ്യമുള്ളൂ. അതിനെന്താ അർത്ഥം? പണ്ഡിതന്മാർ പറഞ്ഞു 1-ാമത്തത് തന്നെ മണ്ണ് കൊണ്ടാവലാണ് നല്ലത്. എന്നാൽ ഏതെങ്കിലും 1 മണ്ണ് കൊണ്ടായാലും മതി. ഇതാണ് നിയമം. അതാണ് നിയമം. അപ്പൊ അതും ശരിയായി. ഇനിയിപ്പോ എന്താ പ്രശ്നം? 8-ാമത്തത് മണ്ണ് കൊണ്ടാവട്ടെ. ഇവിടെ എന്താ ചെയ്യാ? മഹാന്മാരായ പണ്ഡിതരാണ് ഇമാം ഷാഫി തങ്ങളൊക്കെ എന്ത് രസകരമായിട്ടാ പറഞ്ഞെന്നറിയോ? 8-ാമത്തത് മണ്ണ് കൊണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ 8 വട്ടം കഴുകണം എന്നല്ല. ഈ 7 വട്ടം കഴുകുന്നത് യഥാർത്ഥത്തിൽ 8ആണ്. കാരണം 1 വട്ടം മണ്ണും വെള്ളവും ചേർന്നാണ്. മണ്ണ് കൊണ്ട് തേമം ചെയ്യും, വെള്ളം കൊണ്ട് ഒളു എടുക്കും. രണ്ടും മുത്തഹിറാണ്. അപ്പോൾ 1 കഴുകൽ മണ്ണും വെള്ളവും കൂടിയായതുകൊണ്ട് യഥാർത്ഥത്തിൽ 8 കഴുകൽ അവിടെയുണ്ട്. അതാണ് ഹദീസിന്റെ താല്പര്യം എന്ന്. ഇതിപ്പോ എനിക്കുങ്ങൾക്കൊക്കെ പറ്റുന്ന പണിയാണോ? ഇതിനെന്തെല്ലാം അറിയണം? ഒരൊറ്റ ഹദീസ് ഇങ്ങോട്ട് കണ്ടതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ? ലക്ഷക്കണക്കിന് ഹദീസുകളില്ലേ ഇവിടെ? അതൊക്കെ പരിശോധിക്കണ്ടേ? എന്നിട്ട് അതിന്റെ സാധ്യതകൾ ആരായണ്ടേ? മറ്റൊരു രസകരമായൊരു ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലുണ്ട്, വൽ മുത്തല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന 3 ഖുറൂ. തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ 3 ഖുറൂ ഇദ്ദയിരിക്കണം എന്ന്. 3 ഖുറൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 ഖുറൂ ഇദ്ദയിരിക്കണമെന്ന്. ഭാഷാപരമായി ഡിക്ഷണറി നോക്കിയാൽ ഹൈലിനും പറയും ഖുർആൻ എന്ന്, ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധിക്കും പറയും ഖുർആൻ എന്ന്. അഖ്റഅത്തിൽ മർഅതു ഇദാ ഹാലത്ത്, അഖ്റഅത്തിൽ മർഅതു ഇദാ തഹുറത്ത്, രണ്ടും പറയും. അപ്പോൾ പണ്ഡിതന്മാര് അവിടെ എന്താ ചെയ്യുക? 3 ഖുർആൻ എന്ന് പറഞ്ഞാൽ 3 ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധി എന്നാണോ? 3 ഹൈല് എന്നാണോ? ഞാനും നിങ്ങളും എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ കഴിയുക? നിങ്ങൾ ആത്മാർത്ഥമായി വസ്തുതാപരമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഞാൻ ഏതെങ്കിലും ഒന്ന് കണ്ടു വെച്ചാൽ പറ്റുമോ? എൻ്റെ അഭിപ്രായം ഹൈല് എന്നാണ്, മറ്റാളെ അഭിപ്രായം തുഹർ എന്നോ. അങ്ങനെ പറ്റൂല. കാരണം ഭയങ്കര ഡേഞ്ചറാണ്. ഈ ഇദ്ദയുടെ സമയത്ത് ഭർത്താവിന് മടക്കിയെടുക്കാം, മരിച്ചാൽ ഇറുസ് കിട്ടും, ഒരുപാട് നിയമങ്ങളുണ്ട്. അവസാന ഘട്ടത്തിൽ മടക്കിയെടുത്തു. അപ്പൊ പെണ്ണിന് മടങ്ങാൻ താല്പര്യമില്ല. അപ്പൊ പെണ്ണ് പറഞ്ഞു, നിന്റെ ഇദ്ദ കഴിഞ്ഞിരിക്കണു. ആണ് പറയാണ്, ഇല്ല കഴിഞ്ഞിട്ടില്ല. കാരണം പെണ്ണിന്റെ മദ്ഹബ് തുഹർ എന്നാണ്, ആണിന്റെ മദ്ഹബ് ഹൈൽ എന്നാണ്. ഇവിടെ എന്താ ചെയ്യുക? കൃത്യമായ നിയമം വേണം. പരിശുദ്ധ ഖുർആനാണ്. എന്തു ചെയ്യും? പിന്നെ ഹദീസിൽ വല്ല വ്യാഖ്യാനം ഉണ്ടോ എന്ന് പരിശോധിക്കണം. ലക്ഷക്കണക്കിന് ഹദീസുകൾ പരിശോധിക്കണം. ഇത് നമുക്ക് സാധ്യമാണോ? എൻ്റെ പ്രിയമുള്ള മോമിനീങ്ങളെ, ഇവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതന് സാധ്യമാണോ? സാധ്യല്ല. ഹദീസിലൊന്നും കാണുന്നില്ല. എന്നാൽ സഹാബത്ത് വല്ലതും വിശദീകരിച്ചിട്ടുണ്ടോ? പരിശോധിക്കണം. അത് എത്ര ബഹറാണ്! സഹാബത്തിൽ നിന്ന് 160-ലധികം സഹാബത്ത് ഫത്വ കൊടുത്തിരുന്നവരാണ്. എല്ലാവരും ഫത്വ കൊടുക്കാറില്ല. അവരുടെ ഫത്വകൾ പരിശോധിക്കണം. അതിലൊന്നും കാണുന്നില്ല. രണ്ടിനും സാധ്യത കാണുന്നു. ഇമാം ഷാഫിഈ തങ്ങൾ മൂപ്പർ അഭിപ്രായപ്പെട്ടത് തുഹർ എന്നാണ്. ഒരു ഹൈല് കഴിഞ്ഞ് മറ്റേ ഹൈലിന്റെ ഇടയിലുള്ള ശുദ്ധിക്കാണ് തുഹർ എന്ന് പറയുക എന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? മൂപ്പരതിന് പറഞ്ഞ ന്യായം. അത് പണ്ഡിതന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവുക, സാധാരണക്കാർക്ക് അത്ര പെട്ടെന്നാണ് മനസ്സിലാവില്ല. മൂപ്പരതിന് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? അതിന് പറഞ്ഞ ന്യായം ഖുർആൻ എന്നാ പറഞ്ഞത്. സലാസത്ത് താവ് കൊണ്ടാണ് പറഞ്ഞത്. സലാസതൻ ബിത്താഇ ഖുല്ലിൽ ആശറ في عد ما أحاده مذكرا في الضد جرد والمميز جرري جمن بلفظ قلة في الأكثر. അതത് എണ്ണത്തിന് അറബിയിൽ ഒരു നിയമമുണ്ട്. സലാസത്ത് 3 മുതൽ 9 വരെ എണ്ണുമ്പോൾ എണ്ണപ്പെടുന്ന വസ്തു മുദക്കറാണെങ്കിൽ, പുല്ലിംഗമാണെങ്കിൽ
ഈ എണ്ണത്തെ സ്ത്രീലിംഗമാക്കണം, സലാസത്ത് എന്ന് പറയണം. എണ്ണപ്പെടുന്ന വസ്തു മുദക്കറാണെങ്കിൽ സലാസത്തിനെ സലാസത്ത് താ കൊണ്ട് പറയണം. എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണെങ്കിൽ സലാസ് എന്നാ പറയാവൂ. അങ്ങനെയാണ് ഇവിടെ പ്രയോഗിച്ചത് സലാസത ഖുറൂഇൻ എന്നാണ്. അതിൽ നിന്ന് മനസ്സിലായി ഖുർആ മുദക്കറാണ്. ഖുർആ ലഫ്ദിൽ മുദക്കറാണ്, മാനയിലും മുദക്കറാണ്. അതല്ലേ ഏറ്റവും യോജിപ്പ്. ഖുർആ എന്നതിന് ഹൈദ് എന്നർത്ഥം വെച്ചാൽ അത് മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. ഖുർആ എന്നതിന് തുഹ്ർ ശുദ്ധി എന്നർത്ഥം വെച്ചാൽ അത് പുല്ലിംഗമാണ്. അപ്പൊ പുല്ലിംഗമാവലാണ് ഏറ്റവും യോജിപ്പ്. ലഫ്ദ് പുല്ലിംഗായാലും സലാസത്ത് എന്ന് പറയാം, പക്ഷെ ഏറ്റവും അൻസബ്, ഏറ്റവും യോജിപ്പ് സലാസത്ത് എന്ന് താ കൊണ്ട് പറഞ്ഞ സ്ഥിതിക്ക് ഖുർആ എന്ന പദം പുല്ലിംഗമാണ് എന്ന വക്കലാണ് എന്ന വളരെ ദഖീഖായ പോയിന്റ് വെച്ചിട്ടാണ് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞത്. ഇത് ആർക്കാ അവിടെ കഴിയുക? ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് കഴിയുക? ഇതുപോലെയാണ് എല്ലാ വിഷയങ്ങളും. വായിൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹിയുടെ പള്ളിയിലേക്ക് ചെന്നു, റസൂൽ നിസ്കരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിയുടെ നിസ്കാരം ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ നബിയെ കണ്ടു, നബിയുടെ കൈ അലാ സദ്രിഹി, നെഞ്ചത്ത് വെച്ചതായി കണ്ടു എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാം. ഈ ഹദീസാണ് വഹാബികൾ തെളിവ് പിടിക്കാറ്. അലാ സദ്രിഹി, അലയുടെ അർത്ഥം മുകളെന്നല്ലേ, നെഞ്ചത്ത് കൈവച്ചു എന്ന് വേണമെങ്കിൽ അർത്ഥം കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഹദീസ്. എന്നാൽ 4 ഇമാമിയങ്ങളും നെഞ്ചത്ത് കൈവെക്കുക എന്ന് പറഞ്ഞില്ല, ഒരാളും പറഞ്ഞില്ല. എല്ലാ മദ്ഹബിലും മുഖ്താറായ അഭിപ്രായം നെഞ്ഞത്ത് എന്നല്ല, നെഞ്ചിന്റെ താഴെയാണ്. അതിൽ പൊക്കിൾ മേലാണോ പൊക്കിളിന്റെ മേലെയാണോ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ, മഹല്ലിയൊക്കെ പരിശോധിച്ചാൽ കാണാം, നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മുകളിൽ നിസ്കാരത്തിൽ കൈകെട്ടണം. ലി ഹദീസി വായിൽ ഇബ്നു ഹുജ്റിൻ, അതിനുള്ള തെളിവെന്താ? ഈ ഹദീസ്. എന്താ അവർക്ക് അലന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഈ ഹദീസ്, ഈ മുബ്തദിഅൽ ഉദ്ധരിക്കുന്ന ഇതേ ഹദീസ്, ലി ഹദീസി വായിൽ ഇബ്നു ഹുജ്ർ, വായിൽ ഇബ്നു ഹുജ്ർ എന്ന് പറയുന്ന സഹാബി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായ ഹദീസ് ഉണ്ടായതിനു വേണ്ടി ഞാൻ റസൂലുള്ളാഹി നിസ്കരിക്കുന്നത് കണ്ടു. റസൂലുള്ളാഹിയുടെ കൈ അലാ സദ്രിഹി, നെഞ്ചിന്റെ അല, നെഞ്ചിന്റെ അല, അത്രയും ഞാൻ ഇപ്പൊ പറയണുള്ളൂ, വെച്ചതായിട്ട് കണ്ടു. ഈ ഹദീസ് ഉള്ളത് കൊണ്ട് നെഞ്ചിന്റെ താഴെയാണ് വെക്കേണ്ടത് എന്ന് ഇമാമിങ്ങൾ പറയാ. അപ്പൊ എവിടെ പിഴച്ചു? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഈ ഒരു ഹദീസ് കണ്ടതുകൊണ്ട് അവര് നോക്കുകയാണ്. മദീനയിലെ സഹാബത്തിനെ കണ്ടവരാണ് ഇമാം മാലിക്. അവരാരും നെഞ്ചിന്റെ മുകളിൽ കൈയിട്ടുന്നത് ഇമാം മാലിക് കണ്ടില്ല. അനക്കങ്ങനെ അർത്ഥമുണ്ട് എന്നുള്ളത് ശരിയാണ്. മഹാന്മാരായ അയിമ്മത്ത് കണ്ടില്ല. അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ അർത്ഥം? അവർ പരിശോധിക്കുകയാണ്. ഇതിന് തുല്യമായ വേറെ വല്ല ഹദീസുമുണ്ടോ? അവരാകെ പരിശോധിച്ചു. ഈ ലക്ഷക്കണക്കിന് ഹദീസുകളുടെ കൂട്ടത്തിൽ ഇമാം ബസ്സാർ, അബൂബക്കറുൽ ബസ്സാർ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് ഇതേ വായിൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് അതിൽ അലക്ക് പകരം ഇൻദ സദ്രിഹി എന്നാണ് റിവായത്ത്. ഇൻദ സദ്രിഹി, മേശയുടെ മുകളിലല്ല. എന്താന്ന് പറഞ്ഞാൽ മേശയുടെ അരികിൽ എന്നാണ്. ഇൻദ താവിലത്തി എന്ന് പറയണമെങ്കിൽ മേശയുടെ അരികിൽ ഇങ്ങനെ പറയും, മുകളിലായ പറയില്ല. ഇൻദ സദ്രിഹി എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ അരികിൽ എന്നാണ്. അപ്പൊ പിന്നെ നേരത്തെ അലയുടെ ഹദീസോ കുഴപ്പമില്ല, അലക്ക് ഇന്ദന്റെ അർത്ഥമുണ്ട്. ഇന്തൊക്കെ അലയുടെ അർത്ഥമല്ല, അലക്ക് ഇന്ദന്റെ അർത്ഥമുണ്ട്. അലാലിൽ ഇസ്തിഅല വബിമഅനാ ഫീ വഅൻ ബിഅൻ തജാവുസൻ അനാ മൻ ഖദ് ഫതൻ. അലക്ക് അന്നിന്റെ അർത്ഥമുണ്ട്, നെഞ്ച് വിട്ട്. അലയുടെ ഒരു അർത്ഥമാണ് നെഞ്ചിന്റെ അപ്പുറം. നെഞ്ചിന്റെ അപ്പുറം എന്നാണ് ഈ അലയുടെ അർത്ഥമെന്ന് ഇൻദ സദ്രിഹി എന്ന ഹദീസ് കൊണ്ടും ഇമാം മാലിക് കണ്ട, ആ മദീനയിലുള്ള സഹാബത്തിനെ കണ്ട താബിഈങ്ങളുടെ പ്രവൃത്തി കൊണ്ടും അവര് മനസ്സിലാക്കി. അവര് വിധിച്ചു നെഞ്ചിന്റെ താഴെയാണ് കൈകെട്ടേണ്ടത് എന്ന്. ഇതാണോ നിങ്ങൾ സ്വീകരിക്കേണ്ടത്?
ഇവിടെ ഒരുത്തം വന്നിട്ട് ഒരു ഹദീസ് സനദോടുകൂടെ ആ സനദിലുള്ള റാവിയുടെ ജന്മ ഡേറ്റ് അടക്കം പറയാൻ കഴിയാത്ത ഒരുത്തൻ. ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ മത്തിന് മാത്രമല്ല, ആ ഹദീസിന്റെ റിപ്പോർട്ടർമാര് അവരെ കൃത്യമായി കാണാതെ പറയാൻ, ഒരു ഹദീസിന്റെ പോലും സനദ് പറയാൻ കഴിയാത്ത ഒരുത്തം വന്നിട്ട് പറയാ, ഞാൻ അൽമൻഹല് മറിച്ചു നോക്കിയപ്പോ അലയുടെ അർത്ഥം കണ്ടത് മുകൾ എന്നാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ നെഞ്ഞിന്റെ മേലെ കൈയ്യട്ടണം, ഇതുവരെ അയിമത്ത് പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു വന്നാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് സമസ്തയുടെ നിലപാട്. അത് ദീന് കൊണ്ട് കളിക്കലാണ്. അങ്ങനെ കളിക്കാൻ വിട്ടുകൊടുക്കുകയില്ല. ഇത് അള്ളാന്റെ ദീനാണ്. നിങ്ങൾ ആര് പറഞ്ഞാലും സാധ്യമല്ല. മനസ്സിലായോ? അയിമ്മത്ത് വളരെ കൃത്യമായി കഠിനാധ്വാനം ചെയ്ത് ഇവിടെ ദീനിനെ കൃത്യമായി ക്രോഡീകരിച്ചിട്ടുണ്ട്. അത് വിട്ടുകൊണ്ട് ഒരു ഹദീസ് പോലും ഇവിടെ നിങ്ങൾ മസല പറഞ്ഞു വരുന്ന ചിലരെ നിങ്ങൾ ചോദിച്ചു നോക്ക്, വിളിച്ചു നോക്ക്, ഫാത്തിഹ തെറ്റുകൂടാതെ അവൻ ഓതാൻ കഴിയുമെന്ന് നിങ്ങൾ നോക്ക്. ഫാത്തിഹ ബിസ്മിയുടെ അർത്ഥം ശരിക്ക് പറയാൻ അറിയുമോ നോക്ക്. എന്നിട്ട് ഈ ഇമാമിങ്ങളൊക്കെ വിട്ടിട്ട് ഇവരെ പുൽഗണം എന്ന് സാധ്യമല്ല സഹോദരന്മാരെ. അത് ദീന് കൊണ്ട് അമ്മാനമാടലാണ്. അങ്ങനെ ദീനിൽ ഫത്വ നൽകാൻ കഴിവില്ലാത്ത ആളുകൾ ദീനിൽ എന്തെങ്കിലും പറഞ്ഞാൽ മൻ ഫസ്സറൽ ഖുർആന ബിറഅയിഹി ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അങ്ങനെ പറയാൻ അർഹതയില്ലാത്തവർ ദീനിൽ പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ ഇജ്തിഹാദിന് കഴിവുള്ള പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്യുകയും അതിൽ അഥവാ തെറ്റ് പറ്റിയാൽ പോലും അവർക്ക് പ്രതിഫലമാണ്. തെറ്റ് പറ്റിയില്ലെങ്കിൽ 2 പ്രതിഫലമാണ്. വേറെ ചില റിവായത്തിൽ 10 പ്രതിഫലമാണ്. അതുകൊണ്ട് ഇത് ചെറിയ കളിയല്ല. എന്തിൻ്റെ പേരിലായാലും പരിശുദ്ധമായ ദീൻ അതിൻ്റെ തനിമയോടെ ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ട് ഞാൻ ഒരു വിഷയത്തിൻ്റെ ഒരല്പം മാത്രമാണ് പറഞ്ഞത്. സമയം വൈകിയിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ജാഗ്രത പുലർത്തണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസുൻ, 3 കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അവൻ്റെ ഖൽബ് പിന്നെ കേടുവരില്ല. ഒന്ന് അൽ ഇഖ്ലാസു ലില്ലാഹ്, ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുക, നിഷ്കളങ്കമായി പ്രവർത്തിക്കുക. വൽ നുസ്ഹു ലികുല്ലി മുസ്ലിമിൻ, എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുക, ഗുണകാംക്ഷ. വലുസൂമു ജമാഅത്തിഹിം, ഈ ജമാഅത്തിനെ മുറുകെ പിടിക്കുക, ഈ സംഘശക്തിയെ മുറുകെ പിടിക്കുക, അതിന്റെ പിന്നാലെ കൂടുക. ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം, എന്തിനാണെന്നറിയോ? ആ സംഘത്തിന്റെ പ്രാർത്ഥന, ആ സംഘത്തിന്റെ ഒരു പ്രാർത്ഥന അത് നമ്മെ വലയം ചെയ്യുന്നുണ്ട്. ഈ സംഘം എന്ന് പറഞ്ഞാൽ ആരാ? അത് അയിമ്മത്ത് മുജ്തഹിദുകൾ, ഈ നിഅമത്ത് കിട്ടിയ മഹത്തുക്കൾ, അള്ളാഹിന്റെ ഔലിയാക്കൾ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അവിടെ നിന്ന് കേട്ട് മഹാന്മാരായ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇമാം നബവി തങ്ങൾ, ഇബ്നു ഹജർ തങ്ങൾ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, അവിടെ നിന്ന് ഇങ്ങോട്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, ഇവരൊക്കെ ദുആ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മളെങ്ങനെ വലയം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നിന്നാൽ അത് കിട്ടും. ഫഇന്ന ദഅവതഹും, അവരുടെ ആ പ്രാർത്ഥന, തുഹീതു മിൻ വറാഇഹിം, അത് നമ്മളെ ഇങ്ങനെ വലയം ചെയ്യുന്നു. അത് നമുക്ക് കാവലാണ്. അതിൽ നിന്ന് തെറിച്ചു പോയാൽ ആ വലയം ഭേദിക്കലാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഖാദിമീങ്ങളാവാൻ നമുക്കൊക്കെ അവസരം കിട്ടി. അതൊക്കെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദീനിനെ അതിൻ്റെ തനിമയോടെ നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.